ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഒരു പേരാണ് അർജുൻ. നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചാലോ? അതൊരു വേദനയായി നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു വേദനയാണ്. നമ്മുടെ ഒരു ഉത്തമ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പത്രത്തിലൂടെ, ടി വിയിലൂടെ കണ്ടു, 19-ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ കഷ്ടപ്പെട്ട ഒരാളാണെന്നും അലഞ്ഞ് ജോലി ചെയ്ത ഒരാളാണെന്നും ഇന്ത്യ മുഴുവൻ വാഹനവുമായി ഓടിച്ച് വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മകൻ്റെ ജീവിതത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്കറിയില്ല, ഒന്നും അറിയത്തില്ലാത്തവരാണ്, എങ്കിലും ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഒരു കാര്യത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന്, ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളുടെ ജീവിതത്തെ വചനത്തിനൊപ്പം ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും ആളുകൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ഒരു സന്തോഷവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ സ്വന്തം മനസ്സോടെ വന്നവരാണ്. ഒരു കാര്യത്തിന് വേണ്ടിയല്ല, 100 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് 1-2 നല്ല അനുഭവങ്ങളുണ്ട്. അത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതെൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഒരു അമ്മ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇവൻ നല്ല വസ്ത്രം ധരിക്കുന്നില്ല, ഇവൻ വസ്ത്രം തേച്ച് ഇടുന്നില്ല, തലമുടി ചീകുന്നില്ല. ഇതൊക്കെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? തലമുടി ചീകുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്: ഞാൻ എന്തിനാണ് തലമുടി ചീകുന്നത്? എന്നെ ആരും നോക്കത്തില്ല, എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ ജീവിതമൊക്കെ പോയതാ, പിന്നെ ഞാൻ എന്തിനാണ് തലമുടി ചീകുന്നത്? ചെറിയ കാര്യത്തിൽ പോലും ഒത്തിരി നിരാശയുള്ളവർ തലമുടി ചീകാതെ നടക്കുന്നു, ഭ്രാന്തനെ പോലെ നടക്കുക, അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുക. ഞാൻ എന്തിനാണ് തേക്കുന്നത്? ഇപ്പം ഞാൻ തേച്ചിട്ട് ആര് നോക്കാൻ? എന്നെ ആര് നോക്കാനാണ്? എൻ്റെ ഭാവിയൊക്കെ തീർന്നതാണ്. ചെറിയ പ്രായമേ ഉള്ളെങ്കിലും നിരാശയുടെ കൂട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്കാണ്: വീട്ടിൽ വന്നാൽ ചുമ്മാ വന്ന് ആ കട്ടിലേ കിടക്കും, ചിലപ്പോൾ നോക്കും, അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണം എന്നാരെങ്കിലും അവനെ വിളിച്ചാൽ പുള്ളി പറയും: ഞാൻ എവിടെയും വരുന്നില്ല, എവിടെയും യാത്ര പോകില്ല, തലമുടി ചെയ്യില്ല. എന്തിനു പറയണം? ആ ആൾ കുളിക്കത്ത് പോലുമില്ല. അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്: ഞാൻ എന്തിനാണ് കുളിക്കുന്നത്? ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറയുവാണ്: ഇവൻ അടുത്ത് വരുമ്പോൾ ദുർഗന്ധമുണ്ട്, അലക്കാത്ത വസ്ത്രം എടുത്തിടും. എടാ, അലക്കിയത് അലമാരിയിലുണ്ട്, അത് വേണ്ട, അലക്കാത്തതിടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇത് നിരാശയുടെ ഏറ്റവും ടോപ്പാണ്. ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഓർക്കാൻ പറ്റും എന്നറിയാമോ? ചില ജീവിതങ്ങളെ പിശാച് പുറകോട്ട് വലിച്ച് കൊണ്ടുപോയി താഴ്ത്താൻ പറ്റുന്നിടത്തോളം താഴ്ത്തും.
അവനെ തകർക്കാൻ നോക്കുന്നതുകൊണ്ടാണ് ഈ ചിന്തകൾ അവനിലുള്ളത്. ഞാനെന്തിനാണ് കുളിക്കുന്നത്, ഞാനെന്തിനാണ് അലക്കുന്നത്, ഞാനെന്തിനാണ് തലമുടി ചെയ്യുന്നത്, ഞാനെന്തിനാണ് നല്ല വസ്ത്രം ധരിക്കുന്നത്, ഞാൻ എന്തിന് തലമുടി ചെയ്യണം, ഇതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ ആ വ്യക്തിക്ക് ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന ഒരു കാര്യം ദൈവവിചാരത്തോടെ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു തിരി കത്തിച്ചു വച്ച് നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത് ഈ മനസ്സുകൊണ്ട് കാണണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇങ്ങനെയല്ല, മനസ്സിൽ കാണുവാണ്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതാ കട്ടിലെ കിടപ്പുണ്ട്, ഫോണും നോക്കി. ഭക്ഷണം പോലും ചിലപ്പോൾ വേണ്ട, ഒന്നിനോടും ഒരു ആഗ്രഹമില്ല. അങ്ങനെ ചുമ്മാ ഒരാൾ കിടക്കുന്നത് കാണുന്നത് തന്നെ ദുഃഖമാണ്. അവൻ നന്നായി വരുന്നത് മനസ്സിൽ കാണാൻ പറ്റുമല്ലോ, അതിന് പൈസ മുടക്കില്ലല്ലോ. അങ്ങനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിയോഗം എഴുതി അമ്മ വച്ചു തൻ്റെ മകന് വേണ്ടി. മകൻ പ്രാർത്ഥിക്കത്തില്ല, മകൻ വിശ്വാസിയല്ല, ഇത് പറയുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എഴുതിയിരിക്കുന്ന എനിക്ക് ഉത്തരം തന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. അവന് ചില നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൻ ഒരിക്കൽ അമ്മയോട് ചോദിച്ചു, അമ്മ, നമ്മുടെ കുടുംബത്തിലെ ഇന്നയാൾ ഇന്ന രാജ്യത്തല്ലേ, എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒരാഗ്രഹം വരുക. എന്തിനാ തലമുടി ചെയ്യുന്നത്, എന്തിനാ കുളിക്കുന്നത്, എന്തിനാ എഴുന്നേൽക്കുന്നത്? ഞാൻ തലമുടി ചെയ്യാലും ചെയ്യില്ലാലും എൻ്റെ ഭാവി പോയതാ. ഇനി എനിക്ക് എവിടെയും പോകേണ്ട ആഗ്രഹമില്ല, എൻ്റെ ഭാവിയൊക്കെ പോയി, എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞവൻ്റെ അകത്ത് ഒരു ചെറിയൊരു ആഗ്രഹം മുളച്ചു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഇവൻ, അതായത് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, ചാടി എഴുന്നേറ്റ് മുന്നോട്ടൊന്ന് കുതിക്കണമെന്ന് ഒരു ഒറ്റയാനെ പോലെ അല്ലെ കൊടുങ്കാറ്റ് പോലെ ജീവിക്കണമെന്നൊരാഗ്രഹത്തിൽ അവൻ എഴുന്നേക്കാൻ തുടങ്ങിയത് ശരിക്കും ദൈവത്തെ വിളിച്ച് ഇപ്പുറത്തൊരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്ക് കേവലം ഒരു ഭംഗി വാക്കല്ല. ദൈവവചനം കേൾക്കുമ്പോൾ നല്ല ആഗ്രഹങ്ങൾ മനസ്സിനകത്ത് മുളയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ പോയാലോ, അതൊന്ന് ട്രൈ ചെയ്താലോ, ഈ ബിസിനസ് ചെയ്താലോ, ചിലത് മുളച്ചു വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം തന്ന കഴിവ് നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. പലരും കണ്ടുപിടിച്ചിട്ടില്ല. ദൈവം തന്ന കഴിവ് നല്ല പ്രായത്തിൽ കണ്ടുപിടിച്ചവരൊക്കെ വിജയത്തിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അതാണ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് കിട്ടാറുണ്ട്: കൂട്ടുകൂടി ഭാഗ്യം കളയരുത്. ഇപ്പോൾ കൂട്ടുകെട്ടൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ദൈവത്തേക്കാൾ വലിയ സ്ഥാനമൊക്കെ നമുക്ക് തോന്നും കൂട്ടുകാരിയോട്. പക്ഷെ ആ കൂട്ടുകൂടി പോകുമ്പോൾ കൂട്ട് വേണ്ടെന്നല്ല, എല്ലാം ആവശ്യത്തിന് വേണം. അമിതമായ ബന്ധം ചിലപ്പോൾ അവൻ്റെ ഭാഗ്യത്തെ കെടുത്തിക്കളയും. അത് മൂടിപ്പോകും. നല്ല പ്രായത്തൊന്നും അത് തിരിച്ചറിയില്ല. 55-60 വയസ്സാകുമ്പോൾ ചിന്തിക്കും, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എൻ്റെ ജീവിതമൊക്കെ വെറുതെ പോയി, ഞാനൊക്കെ എവിടെ എത്തേണ്ട ആളായിരുന്നു. അയ്യോ, എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ദൈവം നിനക്ക് തന്ന കഴിവ് ചിന്തിക്കാത്തത് കൊണ്ട് എവിടെയോ മൂടിപ്പോയിട്ടുണ്ട്. അതാ ഇന്ന് ഭയങ്കര വിഷമമായിട്ട് വന്നേ. ദൈവം ഇവിടെ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ, അത് തെളിഞ്ഞു കിട്ടാൻ ഇടവരും. ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, ആരാധിക്കുകയില്ല ഇരിക്കട്ടെ, അവന് കൂട്ടുകെട്ടാണ് വലുത്, മദ്യമാണ് വലുത്, മയക്കുമരുന്നാണ്, ലഹരിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ മണ്ണിട്ടുകൊണ്ട് മൂടുന്ന പോലെ അവൻ്റെ കഴിവ് അവൻ പോലും അറിയാതെ അവൻ്റെ മേലെ മണ്ണ് വന്ന് അത് മൂടിപ്പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഉള്ളിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാം: നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലൊരു സ്ഥാനത്തെത്താനിടയാകണം. ആമേൻ. വിശ്വസിക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അവർക്കത് തെളിഞ്ഞു കിട്ടണം. എന്നാ ചെയ്യേണ്ടതെന്ന് അത് തെളിഞ്ഞു കിട്ടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ഒരു സ്ഥാനത്ത് നാളെ എത്തും. ദൈവം അവിടെ എത്തിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയെയും
ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഒക്കെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ പരിപാലന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ. ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ആ വ്യക്തിയോട് അടുക്കണ്ട, അയാൾ കൊള്ളില്ല. അല്ല, എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അയാൾ ശരിയല്ല, ഇച്ചിരി ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പറഞ്ഞതിന് വലിയ ഉപകാരം, നേരത്തെ അറിയാൻ പറ്റിയത് നന്നായി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം, അന്ന് ഒരു സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ കസേരയ്ക്കൊരു എഴുതാൻ പറ്റുന്ന ഒരു വട്ടത്തിലുള്ളൊരു പ്രതലമുണ്ട്. അത് വളരെ വിരളമായിട്ടുള്ളൊരു കസേരയാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെയറാണ്. അപ്പോൾ ഞാൻ അതിലിരുന്നാണ് ഈ ക്ലാസ്സുകൾ ഒരുങ്ങുന്നത്. ഞാൻ അവിടെ ഈ ബൈബിൾ തുറന്ന് ഈ ഡയറിയും തുറന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നുവാണ്. ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് നീ എന്തിനാണ് ആ വ്യക്തിയെ മാറ്റി നിർത്തിയത്? അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ അസ്വസ്ഥമാവുകയാണ്. ആ വ്യക്തിയെ നീ എന്തിനാണ് മാറ്റി നിർത്തിയത്? ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടേണ്ട ആളാണ് നീ. നീയും കൂടെ ആ വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ആ വ്യക്തി എങ്ങനെ ദൈവത്തിലേക്ക് തിരിച്ചു വരും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അന്ന് ചിന്തിക്കുവാണ്, മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് ഞാൻ ഒരാളെ മാറ്റി നിർത്തില്ല. അയാൾ വെറും മോശമായ ആൾ, അയാൾ പോയി മിണ്ടണ്ട, നിങ്ങളുടെ അഭിഷേകവും അനുഗ്രഹവും ഒക്കെ പോകും, ആ വാക്ക് കേട്ട് ഞാൻ അയാളോട് മിണ്ടാതിരിക്കില്ല. കാരണം ദൈവത്തിന് വേണ്ടി ചിലരെ നേടാനാണ് ദൈവം എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറയും അയാൾ കൊള്ളില്ല, ഇപ്പുറത്തെ ആൾ പറയും അടുപ്പിച്ചേക്കരുത്, വേറൊരാൾ പറയും മിണ്ടിയേക്കരുത്, മൊത്തം പ്രശ്നമുള്ള ആളാ, എല്ലാ ഭാഗത്തും നിങ്ങളെ പൂട്ടിക്കളയും. ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടേണ്ട ആൾ ഒരു പക്ഷെ ഞാനായിരിക്കും. അത് എൻ്റെ ജീവിതത്തിലൂടെ ആയിരിക്കാം നടക്കുക. ഞാൻ ദൈവത്തിൻ്റെ അന്നേരം ഞാൻ ചിന്തിക്കുവാണ്, മനുഷ്യൻ മാറ്റി നിർത്തിയവനെ പോലും ദൈവം എത്ര കാര്യമായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ മാറ്റി നിർത്തി, ചിലരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി. ദൈവം ആരെയും ഒരു സ്ഥലത്തും ഒരു സമയത്തും മാറ്റി നിർത്തുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നിവിടെ കുറേ പേര് പ്രാർത്ഥിക്കാനായി വന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ട്. ഈ വചനം കേൾക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയം തന്നെയാണ്. അത് നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടാൻ തുടങ്ങും. ഞാൻ ഇന്ന് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ്. ആ വചനം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിങ്ങൾ കേട്ടൊരു വചനമായിട്ട് തോന്നും. പക്ഷെ അത് കുറഞ്ഞ നേരമേ അത് ഞാൻ സംസാരിച്ചുള്ളൂ. പക്ഷേ എനിക്കത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. ആ വചനത്തിനകത്ത് എനിക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലാസർ ആരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നാ പറയൽ? യേശുവിനോട് പറയാണ്, കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്നവൻ, അങ്ങ് സ്നേഹിക്കുന്ന ഒരുത്തൻ അവിടെ രോഗിയായിട്ടുണ്ട്. അപ്പോൾ ലാസർ ആരാന്ന് ഞാൻ പറയാം, ദൈവത്തോട് ബന്ധമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ളവൻ. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ക്യാമറയുടെ സഹായത്തോടെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊരു വചനം കേൾക്കാൻ ദൈവത്തോട് ബന്ധമുള്ളവരായതുകൊണ്ടാണ്. ആമേൻ. നിങ്ങൾക്കൊരു ദൈവത്തോട് ബന്ധമുള്ള ഒരാൾക്കൊരാവശ്യം വന്നാൽ ദൈവം നേരിട്ടെത്തി അവനെ സഹായിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത് മാത്രമായെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ആവശ്യ നേരത്ത് ദൈവം അപ്പുറത്തെ പറമ്പിലിരുന്നല്ല എന്നെ സഹായിക്കുന്നത്, ദൈവം നേരിട്ടെത്തി എന്നെ സഹായിച്ചിരിക്കും. ആമേൻ, വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ കൂട്ടിലുള്ളവരുണ്ട്. അതിൻ്റെ കൂട്ടിൽ, പ്രതിസന്ധിയുടെ കൂട്ടിൽ ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം ദൂതനെ അയച്ചല്ല, നേരിട്ടെത്തി സഹായിക്കും.
എന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായി അവനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. എന്തു വിഷയവും നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയമാകട്ടെ, ലാസർ ആരായിരുന്നു? ദൈവത്തോട് ബന്ധമുള്ളവൻ. അടുത്ത വാക്യം ഏതാണ്? 11-ാം അധ്യായം 11-ാമത്തെ വാക്യം, അതും കൂടെ ഒന്ന് വായിക്കാം. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവിടെ വാക്കെഴുതിയിരിക്കുകയാണ്, നമ്മുടെ സ്നേഹിതൻ. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ഒരു പരാതിയുണ്ട്. രോഗമായിരുന്നപ്പോൾ എന്താ വരാഞ്ഞത്? മരിച്ചു എന്നറിഞ്ഞിട്ട് എന്താ ആ വീട്ടിൽ വരാഞ്ഞത്? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4-ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസമാകുമ്പോൾ ഈ ശരീരം മുഴുവൻ പുഴുക്കളുടെ ഒരു കൂടായി മാറും. ശരീരം വീർത്ത് പൊട്ടും, നിറവും ആ കളറും ആ എല്ലാം നഷ്ടപ്പെടും. നിറയെ വെള്ളവും പുഴുവും വെള്ളവും ചലവുമായി നിറയും. 4 ദിവസം കഴിയുമ്പോൾ മോർച്ചറി വെക്കാത്ത, ഫ്രീസറിൽ വെക്കാത്തൊരു ബോഡി പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും. ലാസർ മരിച്ചിട്ട് നേരത്തോട് നേരവും കഴിഞ്ഞു, 4 ദിവസമായി. 4-ാമത്തെ ദിവസം ഇനി ഒരു കാര്യമുണ്ട്, ദൈവത്തോട് ബന്ധമുള്ളവൻ എവിടെയും ചീഞ്ഞു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് തെളിയിച്ചതാണ് 11-ാമത്തെ അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ളവൻ പുഴു പിടിച്ച് തീരൂല, അവൻ അഴുകി തീരൂല, അവൻ ചീഞ്ഞു പോകില്ല. അവൻ ആ അവസ്ഥയെന്ന് അത്ഭുതകരമായി ഉയർത്തുവരും. അതിനുവേണ്ടി ദൈവം നേരിട്ടത്തോടെ ശിഷ്യന്മാരെ ഒരാളെ പറഞ്ഞു, നീ പോയി നോക്ക്, എനിക്ക് ഇച്ചിരി തിരക്കുണ്ടെന്നല്ല, നമ്മളെപ്പോലല്ല, എനിക്ക് ഇച്ചിരി ബിസിയാണ്, ഞാൻ ഒരു ദിവസം അവിടെ പൊക്കോളാം. നമ്മളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം തൽക്കാലം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ. അങ്ങനെയല്ല, എല്ലാ തിരക്കും മാറ്റിവെച്ച് യേശു ആ വീട്ടിൽ വന്നു, ആ സ്ഥലത്ത് വന്നു. എവിടെയാ നിങ്ങളിന്ന് ചീഞ്ഞ പോലെ എല്ലാം? ഇനി ഒരു തിരിച്ചുവരവില്ല. അത്രയും മോശമായി ഈ സാഹചര്യം. ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചില കാര്യത്തിന് അങ്ങനെ പറയും. എന്നോട് പറഞ്ഞിട്ടൊരാൾ, ഇനി എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുമെന്നൊന്നും പറയല്ല്, ആ പ്രതീക്ഷ പോയി. ഇനി എനിക്ക് ആരോഗ്യം തിരിച്ചു വരുമെന്നൊന്നും പറയരുത്, ഡോക്ടർ 6 മാസമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ട് പുഴുപിടിച്ച മനസ്സും ചീഞ്ഞ ബുദ്ധിയും ചിന്തയും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. ഒരിക്കലും ഓർത്തോ, ദൈവത്തോട് ബന്ധമുള്ളവന്റെ അടുത്ത് ദൈവം നേരിട്ട് അവനെ സഹായിച്ചിരിക്കും. അവനെ സഹായിക്കാൻ ദൈവത്തിന്റെ കരം ആ സ്പോട്ടിൽ അവിടെ വന്നിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വീട്ടിൽ യേശു വന്നു. യേശു വന്നിട്ട് അപ്പോൾ സഹോദരൻ പറഞ്ഞു, കർത്താവേ, കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. എന്നാ പറഞ്ഞത്? ഇപ്പോൾ ഭയങ്കര ദുർഗന്ധമായിരിക്കും, അതുകൊണ്ട് ഇതൊന്നും മാറ്റരുത്, പ്രാർത്ഥിച്ചാൽ മതി, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, സാരമില്ല, അത്രയൊക്കെ മതി, ഇപ്പോൾ കൈവിട്ടു പോയി. ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഇപ്പോൾ ലാസറിൻ്റെ ശരീരം ഇരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്തല്ല, ഒരു കല്ലറയ്ക്കകത്താണ്. കല്ലറയുടെ അകത്ത് കൂരാക്കൂരിരുട്ടാണ്. ഇപ്പോൾ അത്രയും ഇരുട്ടിൽ നിന്നാണ് ആദ്യത്തെ ഒരു അനുഗ്രഹത്തിന് തുടക്കമിടുക. ആ കല്ല് മാറ്റാൻ പറഞ്ഞു. ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പം പ്രാർത്ഥന ദൂരത്തിരുന്നോ അടുത്തിരുന്നോ ഓൺലൈനിലൂടെയോ അല്ലാതെയോ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇത്രയും നാൾ വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ച കാര്യത്തിൽ ആദ്യത്തെ മാറ്റത്തിൻ്റെ അടയാളം ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. ആദ്യത്തെ ദൈവം അനുഗ്രഹിച്ചതിന്റെ ആദ്യത്തെ അടയാളം ഇന്നത്തെ നിയോഗത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്നവരോട് പറയാറുണ്ട്, വഴികൾ ഉണ്ടായി വരുന്നത് കാണും. എനിക്കിനിയൊന്നും രക്ഷയൊന്നുമില്ല, എൻ്റെ കാര്യമൊക്കെ പോയി എന്ന് പറയുന്നവരോട് നന്മയുണ്ടായി വരുന്നത് നീ കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചേ, ലാസർ ഉയർക്കുന്നോ, ആ ശരീരത്തിൽ കയറിക്കൂടിയ പുഴുക്കളൊക്കെ പുറത്തു പോകുന്നൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും വെറുതെ പോലും ചിന്തിച്ചിട്ടില്ല. ഇനി അടുത്ത കാര്യം കേട്ടോ,
ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം നേരിട്ട് ഏത് കുഴിയിൽ നിന്നും കയറ്റും. ദൈവത്തോട് ബന്ധമുള്ള പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളൊരു വീടാണെങ്കിൽ പ്രശ്നം ഉണ്ടായെന്ന് വരും, വെല്ലുവിളികൾ ഉണ്ടായെന്ന് വരും, തകർച്ചകൾ വന്നതുപോലെ തോന്നും, കൈവിട്ടതുപോലെ പോകും, ഇനിയൊരു തിരിച്ചു പോക്കില്ല, ഒരു തിരിച്ചു വരവില്ലെന്നൊക്കെ വല്ലാതെ തോന്നും. എന്നാലും ആ കൂരിരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ കരം നിന്റെ നേർക്ക് നീണ്ടുവരുന്നത്, അടുത്തു വരുന്നത് അങ്ങനെ അനുഭവിക്കാൻ കഴിയും. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഞാനിങ്ങനെ ഓർക്കുവാണ്, ലാസറിന്റെ ആ ശവകുടീരം ഒരു കല്ലറ, കല്ല് വെച്ച് അടച്ചു വച്ചിരുന്ന കല്ലറ. പക്ഷേ അവിടെ ഒരു രക്ഷയ്ക്കുള്ള വഴി, പുറത്തു കടക്കാനുള്ള വഴി ഉണ്ടായി വരുന്നത് നിങ്ങൾ കണ്ടോ? ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ ഉണ്ടായെന്നറിയാമോ? ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവം ഇടപെടാൻ തുടങ്ങിയതിൻ്റെ അടയാളം ഉണ്ടായി. വെറുതെ പ്രാർത്ഥിച്ചു പോവല്ല, മാറ്റത്തിൻ്റെ ഒന്നാമത്തെ അടയാളം മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ തുടക്കമിടുന്ന ദിവസമാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കണം. ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം നേരിട്ടെത്തി സഹായിച്ചു. ദൈവത്തോട് ബന്ധമുള്ളവൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ ചീഞ്ഞ് പട്ടുപോകാൻ മനുഷ്യൻ ചിന്തിച്ചാൽ പോലും ദൈവം സമ്മതിച്ചില്ല. അവൻ പുഴുപിടിച്ച് അസ്ഥികൂടമായി പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല. അത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ടല്ല. എനിക്ക് ഒരു കുറ്റവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല, ഒരു കുറവും ഇല്ല. എന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം വേറെ ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് ഞാൻ നീതിമാനാന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ പാപിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. യോഗ്യനല്ല പക്ഷെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രാപ്തനല്ല പക്ഷെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ചില സമയത്ത് ചിലരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും ആ വ്യക്തിക്ക് ദൈവം വഴി തുറന്നിട്ടിരിക്കുന്നത്. ആ വ്യക്തി അത് കണ്ടിട്ടില്ല. എന്നിട്ട് കണ്ണും വിഴിച്ച് നോക്കും, എന്നെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞെന്ന് അവർ ചോദിക്കും. അല്ല, ആ സന്ദേശം എനിക്ക് തന്നെ ഉള്ളതാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ആ വ്യക്തി എല്ലാ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു വഴിയും കണ്ടിട്ടില്ല. പക്ഷെ ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ കഴിയും ആ വ്യക്തിക്ക് ഉയരാനുള്ള വഴി ദൈവം തുറന്നിട്ടിരിക്കുന്നത്. ആ വ്യക്തി അത് കണ്ടില്ലെന്നേ ഉള്ളൂ. എന്തിനാ ഈ വചനം കേൾക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള അനുഗ്രഹത്തിന് തടസ്സമായതിനെ വെട്ടിമാറ്റുന്ന വചനമാണ്, ആ വാളാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ വെട്ടിമാറ്റുന്ന വാളാണ് ഈ വചനം. അത് നിങ്ങളെ ഏതവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ അത് സഹായിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടച്ചേ. ഇത് പ്രസംഗമായിട്ട് കേൾക്കണ്ട, എന്നോട് ദൈവം സംസാരിച്ചതായിട്ട് കേട്ടെ. നിങ്ങൾ ചിന്തിച്ചേ, യേശുവിന് അവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ലാസറിൻ്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ പോരോ? അല്ല, നടന്ന് 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 ലാസറിൻ്റെ ആ വീട്ടിലെത്തി. സങ്കടമുള്ള ആ വീട്ടിൽ നിന്ന് യേശു എത്തി. നിങ്ങളൊരു നിയോഗം എഴുതിയിട്ടല്ലേ പ്രാർത്ഥിച്ചത്? ആ നിയോഗത്തിൽ നിന്ന് ദൈവശക്തി വരുന്ന ദിവസമാണ്. ആ കുടുംബത്തെ ഓർത്തല്ലേ നിങ്ങൾ ഭാരപ്പെടുന്നത്? ആ രോഗം ഓർത്തല്ലേ നിങ്ങൾ പേടിക്കുന്നത്? എനിക്കൊരു നന്മ ഉണ്ടാകുമോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രാർത്ഥിച്ച വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ കാലുകൾ, ദൈവത്തിൻ്റെ ശക്തി അടുത്തടുത്ത് വരുന്നത് ഒന്നറിയാൻ കഴിയുമോ? യേശു നടന്ന് ആ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു, ലാസറിനെ എവിടെയാ അടക്കിയിരിക്കുന്നത്? എവിടെയാ സിമിത്തേരി? എവിടെയാ കല്ലറ? അവർ ചൂണ്ടിക്കാണിച്ചു, ദേ അവിടെയാണ്. യേശു ആ സ്ഥലത്തേക്ക് ചെന്നു. എവിടെ, എന്തിനെ ഓർത്താണോ ആ വീട് വിഷമിച്ചത്? എന്തിനെ ഓർത്താണോ അവർ കരഞ്ഞ് തളർന്ന് തലകുനിച്ചിരുന്നത്? ആ വിഷയത്തെ പരിഹരിക്കാൻ ഇപ്പോൾ ദൈവം അവിടെ എത്തി. നിങ്ങൾ എന്ത് കാര്യത്തിനെ ഓർത്താ വിഷമിച്ചിരിക്കുന്നത്? ഇനി ആരിടപെട്ടിട്ടും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ആയിരിക്കും ബുദ്ധി പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം പറയുന്നു,
അവിടെ ഒരു വിടുതൽ ഉണ്ടാകാൻ ദൈവം നിന്റെ നേർക്ക് അടുത്തു വരികയാണ്. ദൈവം നിന്റെ ആ ഒരു കാര്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ ഒരു സാരമില്ല, കുഴപ്പമില്ല, സംഭവിച്ചതൊക്കെ സാരമില്ലെന്ന് പറഞ്ഞിട്ട് ഒരാശ്വാസവാക്ക് പറയുകയല്ല, അവിടെ വിടുതലിന്റെ ഒരു അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റ്, അവിടെ വിടുതലിന്റെ ആരംഭമാ, ഒരു പുതിയ തുടക്കമിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് വരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ഇടാൻ തുടങ്ങുന്നു, പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ചില നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. എന്താ നേരത്തെ ഇടപെടാഞ്ഞേ? ഒന്നാമത്തെ ദിവസം ഒന്ന് വന്നുകൂടായിരുന്നോ? അയ്യോ, രണ്ടാമത്തെ ദിവസം ഒന്ന് വരാൻ പാടില്ലായിരുന്നോ? എന്തിനാ 4 ദിവസം വെയിറ്റ് ചെയ്തത്? ആ ശരീരം മുഴുവൻ പുഴുവാണ്, അത് ദുർഗന്ധമാണ്, വയറൊക്കെ വീർത്ത് പൊട്ടിക്കാണും. ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു നിലയിലായിരിക്കില്ല ലാസറിന്റെ ശരീരമുള്ളത്. അതുകൊണ്ട് സഹോദരി പറഞ്ഞു, കല്ല് മാറ്റണോ? യേശുവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇതെനിക്ക് നിങ്ങൾക്കൊരു പാഠമാ. ദൈവത്തോട് ബന്ധമുള്ളവനെ സഹായിക്കാൻ യേശു നേരിട്ട് വന്നത് കണ്ടോ? നിങ്ങൾക്കോ എനിക്കോ ഒരു വിഷയമുണ്ടെങ്കിൽ ആരും സഹായിക്കാൻ വന്നില്ലേലും എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ നേരിട്ടെത്തും. നേരിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു പ്രശ്നമാ, എൻ്റെ വീട്ടിലുള്ള ഒരു പ്രശ്നമാ, നിന്നെ സഹായിക്കാൻ ദൈവം നേരിട്ട് നിന്റെ അടുത്തെത്തും. നീ ഒരിക്കലും ഓർത്തോ, ദൈവത്തോട് ബന്ധമുള്ളവൻ ചീഞ്ഞും പുഴുവായി അസ്ഥികൂടമായി എന്നല്ല. അവൻ ഏതവസ്ഥയിൽ പോയെന്ന് തോന്നിയാലും ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ജീവിതത്തിൽ ഇടപെടുവാൻ തുടങ്ങി. അത് തന്നെ ഇന്നും സംഭവിക്കണം, അത് തന്നെ ഇന്നും നടക്കണം. ഇതേ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണം, ഇതേ അത്ഭുതം എൻ്റെ നിയോഗത്തിൽ നടക്കണം. ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ഇതേപോലത്തെ പല കാര്യത്തിലും ഞാനും ചീഞ്ഞിരിക്കുകയാണ്. പല കാര്യത്തിലും ഇനി എനിക്കൊരു തിരിച്ചുവരവുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കൊരു നല്ല ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വ്യക്തി ഒരു മാറ്റം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ബുദ്ധി കൊണ്ടൊന്നും ഇനി നടക്കത്തില്ല. ആ വിഷയത്തിൽ ദൈവം ഇന്ന് ഇടപെടാൻ തുടങ്ങുമ്പോൾ നീ പുറത്തു വരുന്നത് ഒരു അത്ഭുതമായിട്ടായിരിക്കും. ലാസർ ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് പകുതി ശരീരഭാഗങ്ങൾ ഇല്ലാതെയല്ല, പുഴു പിടിച്ചൊരു ശരീരത്തോടെ ദുർഗന്ധത്തോടെയല്ല, ഒരു പുതുപുത്തൻ മനുഷ്യനായി അല്ല, ഒരു അത്ഭുതത്തോടെയാ വന്നത്. ദൈവത്തോട് ബന്ധമുള്ളവൻ ഏത് കുഴിയിൽ നിന്നും ഒരു അത്ഭുതത്തോടെ പുറത്തു വരാൻ തുടങ്ങും. ആളുകൾ ചോദിക്കും, എങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ നടന്നു? ദൈവത്തിന്റെ ശക്തിയാണ് ഈ വിധത്തിൽ നിന്നെ സഹായിച്ചത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ വിധത്തിൽ ഇതേപോലെ സഹായിക്കുന്ന ഒരു ദൈവമാ എൻ്റെ ദൈവവും. ഇതുപോലെ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവം വേറെ ഇല്ല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തോട് ബന്ധമുള്ള എൻ്റെ കുടുംബം ചീഞ്ഞു പോകുന്ന ആരാ പറഞ്ഞത്? ദൈവത്തോട് ബന്ധമുള്ള എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു ആരാ പറഞ്ഞത്? ദൈവത്തോട് ബന്ധമുള്ള എൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്ന ആരാ പറഞ്ഞത്? എനിക്കിന്ന് പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വെല്ലുവിളിയുണ്ട്. സത്യമാ, വേണേ ചോദിക്കാം. ദൈവത്തോട് ബന്ധം ഉണ്ടായിട്ട് നിനക്ക് ഇതൊക്കെ വന്നില്ലേ? ദൈവത്തോട് ബന്ധം ഉണ്ടായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ? വന്നാൽ കൂടി എനിക്ക് നല്ലൊരു ഹൃദയത്തിൽ ഉറപ്പുണ്ട്, ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ചുമ്മാതെ പുറത്തു കൊണ്ടുവരുമെന്നല്ല, അത്ഭുതമായി പുറത്തു കൊണ്ടുവരും. എന്നെ ഒരു ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. എന്റെ ദൈവം എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. എന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകാൻ സമ്മതിക്കില്ല. എന്റെ മക്കൾ വഴിതെറ്റി പോകാൻ ദൈവം സമ്മതിക്കില്ല. എവിടെയും പട്ടുപോകത്തില്ല, എവിടെയും ചീഞ്ഞു പോകില്ല. ദൈവത്തോട് ബന്ധമുള്ള ലാസർ അത്ഭുതമായി ഉയർത്തു വരുന്നത് കണ്ടില്ലേ? ഇതുപോലെ ചില നന്മകൾ ഉണ്ടായി വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ വിശ്വാസത്തിൽ കാണുന്നു. ഒരു നിമിഷം ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ചിലപ്പോൾ നിങ്ങളുടെ വീട് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് അയ്യോ എന്തൊരു വീടാ, ഒരു സമാധാനവും ഇല്ലാത്ത വീട്, വഴക്കുള്ള വീട്, അസ്വസ്ഥതയുള്ള വീട്, നിലവിളി ഉയരുന്ന വീട്. അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുക, എന്തെന്നറിയില്ല, ആ വീട്ടിൽ എന്നും വഴക്കാണ്.
അതാണോ നിങ്ങളുടെ വിഷമം? എന്നാൽ ആ വീട്ടിൽ സമാധാനം നിറയുന്നത്, ആ കുടുംബത്തെ സഹായിക്കാൻ ദൈവം ആ വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒന്ന് വിശ്വാസത്തിൽ കണ്ടിട്ട് ആ വീട്ടിൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമാധാനത്തെ കണ്ട്, ആ വീട് മുഴുവൻ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കണ്ട് ആ വഴക്ക് മാറും, ആ പ്രയാസം മാറും, ആ വെല്ലുവിളി മാറും. ഞാനാണോ വലുത്, പുള്ളിയാണോ വലുതെന്നുള്ള ചിന്ത മാറും. നിങ്ങളുടെ മേൽ ഒരു അത്ഭുത സൗഖ്യം വന്നു വീഴും. വാളുപോലെ ഈ വചനം വരും, വാളുപോലെ ഈ വചനം കുടുംബത്തിൽ വരും. അത്ഭുതം ചെയ്യാൻ ദൈവം തയ്യാറാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞേ, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചുമ്മാ വാ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറങ്ങിപ്പോവും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വാടിപ്പോകും, മനസ്സ് വേറെ സ്ഥലത്ത് പോകും. എന്നാൽ പ്രാർത്ഥിച്ചത് 5 മിനിറ്റേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു TV സ്ക്രീനിൽ എന്ന പോലെ മനസ്സിൽ കാണാൻ പറ്റുമോ? ഒരു കുഞ്ഞു പോലും ഉറങ്ങത്തില്ല. പ്രാർത്ഥിക്കുന്ന കാര്യം മനസ്സിൽ കാണണം. അത് ഈ ക്യാമറ എൻ്റെ നേർക്ക് ഫോക്കസ് ചെയ്ത് വച്ചിരിക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തെ ഫോക്കസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. പിന്നെ ആരാ ഉറങ്ങുന്നു? പിന്നെ എങ്ങനെ എൻ്റെ ചിന്ത മാറുന്നത്? പിന്നെ എങ്ങനെ എൻ്റെ ഭാവന പോകുന്നത്? ഞാൻ 2 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളതിലും ഞാൻ ഈ ക്യാമറ ഫോക്കസ് ചെയ്തതുപോലെ ഞാൻ പ്രാർത്ഥിച്ചത് ആ വ്യക്തിയുടെ മാറ്റത്തിനാണ്. ഇവിടെ വരുന്നവർ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ഫോക്കസിലാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ കാണുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങളുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവം ചില നന്മകൾ ഉറപ്പിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില വേദനകൾ ദൈവം വകഞ്ഞു മാറ്റിക്കളയുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്ന് കണ്ണുകൾ അടച്ച് വിശ്വാസത്തിൽ ഒന്ന് ഇത് കണ്ടേ. ലാസറിന്റെ വീട്ടുകാർ വരെ വിചാരിച്ചു, എന്തിനാ ദൈവത്തോട് കുറെ ബന്ധം പുലർത്തിയിരുന്നത്? യേശുവിനോടൊന്നും ഒരു ബന്ധവും വേണ്ടായിരുന്നു. ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോലും വന്നില്ലല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഇടപെടാത്തത്, ഇത്രയൊക്കെ ആരാധിച്ചിട്ട് എന്താ എൻ്റെ പ്രശ്നം മാറാത്തത്? ഇങ്ങനെയൊക്കെ പരാതി ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ കണ്ടേ, യേശു നേരിട്ടെത്തി എന്നെ സഹായിക്കുന്നു വിശ്വസിച്ചേ. എന്റെ ദൈവം എന്നെ സഹായിക്കാൻ ദൂതനെ അയക്കുന്നല്ല പ്രസംഗിച്ചത്, എന്റെ ദൈവം നേരിട്ട് വരും. എന്റെ ഈ പ്രശ്നത്തിൽ സഹായിക്കാൻ കുടുംബക്കാരില്ല, നാട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, ഒപ്പം പഠിച്ചവരില്ല, എല്ലാവർക്കും എന്നെ സഹായിക്കാൻ എന്തോ മടിയാണ്. പക്ഷെ എന്നെ സഹായിക്കാൻ ദൈവത്തിന് ഒരു മടിയില്ല. ഇത്രയും ദൂരെ വന്ന് ദൈവം എന്നെ ലാസർ ചിന്തിച്ചിട്ടുണ്ടാവും, ആ കുടുംബം ചിന്തിച്ചിട്ടുണ്ടാകും, ഇത്രയും ദൂരെയൊക്കെ വരുവോ ഇനി? ദൈവം നിന്നെ നേരിട്ടെത്തി സഹായിക്കും. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ലാസർ ആ ഇരുട്ടുള്ള, ആ അന്ധകാരമുള്ള ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ? നിങ്ങൾ ചിന്തിച്ച നമ്മൾ നമ്മുടെ അവസ്ഥയെ നോക്കിയിട്ട് പറയും, ഇനി ഒന്നും നടക്കാൻ സാധ്യതയില്ല, ഇനി എങ്ങനെ ശരിയാകാനാണ്, ഇനി എന്ത് മാറാനാണ്, ഇനി എങ്ങനെ നടക്കുമെന്നാണ് ഈ പറയുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ, അച്ചോ വല്ല നടക്കുന്ന കാര്യം വല്ലതും പറ, സംഭവിക്കുന്ന വല്ലോ കാര്യം പറ. നടക്കുന്ന കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്, അല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നോക്കും മരിച്ചു പോയവർ എങ്ങനെയാണ്. ഇതെനിക്കൊരു പാഠമാണ്, ഇതെന്നോട് ദൈവം സംസാരിച്ചതാണ്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പട്ടിണിയില്ല, ക്ഷാമമില്ലെന്ന്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സമൃദ്ധിയായ 2 കരങ്ങളും ഉയർത്തി അല്പനേരം അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു, മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടായി വരട്ടെ, ചില നന്മകൾ ഉണ്ടായി വരട്ടെ, തടസ്സങ്ങൾ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ചു പാടാമോ? വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ നാം വിളവു കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ നാം വിളവു കൊയ്യാം. ഇന്നു വിതച്ചാൽ
ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരും കാലമായി. എല്ലാവരും പ്രാർത്ഥിച്ച് കേട്ട വചനങ്ങൾ ആ വചനത്തിനനുസരിച്ചൊന്ന് ചിന്തിച്ച്, ആ വചനത്തിനനുസരിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ആ വചനത്തിനനുസരിച്ച് എൻ്റെ പ്രാർത്ഥനകളൊന്ന് സമർപ്പിച്ച് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക സമയത്ത് അവൻ ഉയർത്തും, തക്ക നേരത്ത് അവൻ ഉയർത്തും. കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക നേരത്ത് അവൻ ഉയർത്തും, തക്ക നേരത്ത് അവൻ ഉയർത്തും. കരങ്ങൾ ഉയർത്തിയോ നടിക്കാമോ? ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ പാടിയതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ കണ്ണുനീര് മാറാൻ സമയമായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. വാഗ്ദാനങ്ങൾ പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വാഗ്ദാനങ്ങൾ പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കണ്ണീര് തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. രോഗങ്ങൾ അകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. രോഗങ്ങൾ അകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന സമയമായി. കണ്ണീരു തോരുന്ന കാലമായി, എൻ്റെ കഷ്ടങ്ങൾ മാറുന്ന നേരമായി. കണ്ണീരു തോരുന്ന കാലമായി, എൻ്റെ കഷ്ടങ്ങൾ മാറുന്ന നേരമായി. ഈ പാട്ടിനോടൊപ്പം ഒന്ന് ചിന്തിച്ച്
ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ചില വിഷയങ്ങൾ ഇന്ന് ഇരുട്ടിലാണ്. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്നുണ്ടാകണം. ആമേൻ. ഞാൻ ചുമ്മാ ഒരു വാക്ക് പറയുവല്ല, ഒരു ഭംഗി വാക്കല്ല ഇത്, ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നതുമല്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിച്ച് പാടുന്ന പ്രാർത്ഥിക്കുന്ന സമയം. ഇതിനകത്തൊക്കെ ഒരു ജീവനുണ്ട്. ഇതൊരു പ്രോഗ്രാമായിട്ടല്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഇങ്ങനെ കണ്ടോണ്ടാ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. വിശ്വസിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നത് ഹല്ലേലൂയ. കണ്ടുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. വിശ്വസിക്കുന്നു. ആ കടബാധ്യതയൊക്കെ മാറിപ്പോകുന്നതും, വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലൊരു നിലയിൽ ദൈവം എത്തിക്കുന്നതും, ആമേൻ. അനുഗ്രഹമുള്ളൊരു ഭാവി അവർക്കുണ്ടാകും. ആമേൻ. വിശ്വസിക്കുന്നു. വാക്കിലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അതങ്ങ് കണ്ട് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാണ്. ആമേൻ. വിശ്വസിക്കുന്നു. അതെല്ലാം അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പ്രാർത്ഥനയിൽ ചോദിച്ചോട്ടെ. എന്ത് കാര്യത്തെ ഓർത്തിട്ടാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനിയൊന്നും അങ്ങനൊന്നും വരാൻ പോകുന്നില്ല, ഇനിയൊന്നും ആ വ്യക്തിക്കൊരു മാറ്റം ഉണ്ടാവില്ല, ഇനി എനിക്കൊരു നല്ല കുടുംബജീവിതവും എങ്ങനെ നടക്കാനാണ്, ഇനി എങ്ങനെ ശരിയാകാനാണ്? ആ വിഷയം അവിടെയാണ് ആ കല്ലുരുട്ടി മാറ്റി അത്ഭുതത്തോടെ ലാസർ തിരിച്ചു വന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇനിയൊക്കെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ, ഇനി എൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമോ, ഇനി എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കാനൊക്കെ പറ്റുമോ? പറ്റും. ദൈവം ഇടപെടുമ്പോൾ അത് സാധ്യമാകും. ദൈവം ഇടപെടുമ്പോൾ അത് സംഭവിക്കാൻ തുടങ്ങും. ചില നന്മകൾ ഉണ്ടായി വരും. ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു വഴിയും ഇല്ലായിരുന്നു, പക്ഷെ അവർ കണ്ടു വഴി ഉണ്ടായി വരുന്നത്. ആമേൻ. ആമേൻ. വഴി ഉണ്ടാക്കുന്നൊരു ദൈവകരെ അവിടെ കണ്ടു. വഴി ഉണ്ടാക്കുന്ന ദൈവമുണ്ട്. വഴി ഉണ്ടായി വരും. പോകാനുള്ള വഴി, മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും. ആമേൻ. ഇരിക്കാം. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ തൊടുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയിൽ തൊടുന്ന സമയം. ആമേൻ. ഞാൻ കുറേ പ്രാവശ്യം ഈ വാക്യം വായിച്ചു കേട്ടോ. അപ്പം എനിക്ക് ലാസറിൻ്റെ ശരീരമൊക്കെ അല്ല തോന്നിയത്, എനിക്കതോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒത്തിരി ജീവിതങ്ങളെ തോന്നി. ഒരാളുടെ ശരീരം മരിച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ എല്ലിൽ നിന്ന്, അസ്ഥിയിൽ നിന്ന് മാംസം വിട്ടുപോകും, പറഞ്ഞു പോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ വീണ്ടും റീസെറ്റ് ആവും. വീണ്ടും ഒരിക്കൽ കൂടി അതിനകത്തൊരു ജീവൻ വരാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇതുപോലൊരു വിഷയമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് അവരോട് ഞാൻ ചോദിച്ചു. കണ്ടതിങ്ങനെയാണ്: ആ കുടുംബത്തെ സഹായിക്കാൻ ദൈവം ആ വീടിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്കങ്ങനെ തോന്നുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലാണോ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം എന്നാന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ദൈവം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ആ ഭിത്തിക്കകത്ത്, ആ മുറിക്കകത്ത്, നിങ്ങളുടെ ആ വീടിനകത്ത് നിൽക്കുന്നത് പോലെ എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിന് ശേഷം കൗൺസിലിംഗ് നടത്തി അവർ പോയി. പിന്നെ ഞാൻ ബൈബിളിൽ പോയി നോക്കി, അങ്ങനെ എവിടെയെങ്കിലും ദൈവം ആരെയും സഹായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ കിട്ടിയത്, ദൈവം സഹായിക്കുന്ന ഒരു രീതിയാണത്. ദൈവം ഇറങ്ങി വന്ന് സഹായിക്കും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? അത് ബൈബിളിൽ മുഴുവനായിട്ട് എടുക്കുന്നില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ
3 ചെറുപ്പക്കാരെ നബുക്കദ്നേസർ രാജാവ് എങ്ങോട്ട് ഇട്ടു എന്നല്ല, എറിഞ്ഞു എന്നറിയാമോ? തീക്കകത്തോട്ടിട്ടു. തീയുടെ നടുക്കേക്ക് കൊണ്ടിട്ടു. അവരെന്തു ചെയ്തു? അവർ ദൈവത്തെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവർ ആ തീക്കകത്തു നിന്നതും പിറുപിറുത്തോണ്ടും ശപിച്ചോണ്ടും പ്രാഗിക്കൊണ്ടുമല്ല. നമ്മളൊക്കെ ഒരു പ്രശ്നത്തിനകത്ത് നിൽക്കുന്നത് പ്രാഗും, ചിലപ്പോൾ ശപിക്കും, ചിലപ്പോൾ ചീത്ത പറയും. എന്നാൽ ഈ 3 ചെറുപ്പക്കാർ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും തീയാ കിട്ടിയത്, പൊള്ളലാ കിട്ടിയത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടും ഇതല്ലേ കിട്ടിയത്? പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയുള്ള ദുരന്തമല്ലേ ഉണ്ടായത്? ഇവരൊരക്ഷരം പ്രാഗിയില്ല. നമ്മളൊക്കെ പറയില്ല, പ്രാഗിയില്ല, ശപിച്ചില്ല, ചീത്ത. അവർ ദൈവത്തെ അവിടെ നിന്ന് സ്തുതിച്ചപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് സ്ഥലത്തെ രാജാവ്, അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഈ തീക്കകത്തേക്ക് ഇട്ടത് 3 പുരുഷന്മാരെയാണ്. ആരെയൊക്കെയാണ്? 3 ചെറുപ്പക്കാരെയാണ്. ബൈബിൾ എഴുതിയിട്ടുണ്ട് 3 ചെറുപ്പക്കാരെ. ഷദ്രക്, മെഷക്, അബദ്നെഗോ, 3 പേരെ ഇട്ടു. ഇവർ ദൈവത്തോട് ബന്ധമുള്ളവനാണ്. 3 പേരും ദൈവത്തോട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ദൈവത്തോട് ബന്ധമുള്ളവന് തീക്കകത്തിട്ട രാജാവ് ഒരു സെക്കൻഡ് ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുക്കുന്നത് വരെ ആ മനുഷ്യൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഞാൻ ചോദിക്കട്ടെ രാജാവിനോട്, 3 പേരെ തീക്കകത്തിട്ടപ്പം പൊള്ളിയത് രാജാവിനാണ്. ദൈവത്തോട് ബന്ധമുള്ളവനെ പൊള്ളിക്കാൻ നോക്കുമ്പോൾ അവന് തന്നെ നോക്കുന്നവന് തന്നെ ഇത് പൊള്ളലേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിൽ, ബൈബിളിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ്. 3 പേരെ തീക്കകത്തിട്ടിട്ട് അവർക്ക് പൊള്ളലേറ്റിട്ടില്ല. പക്ഷെ അപ്പുറത്തെ രാജാവ് കൊട്ടാരത്തിൽ കട്ടിലേ കിടന്നുറങ്ങുമ്പോൾ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പുള്ളി നേരം വെളുക്കുന്ന പാടെ എഴുന്നേറ്റിരിക്കുക. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. 3 പേരെ. ദൈവത്തോട് ബന്ധമുള്ളവനെ പൊള്ളിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ കൂടോത്രം ചെയ്ത് തോപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ കുശുമ്പ് കൂടി തോപ്പിക്കാൻ പറ്റില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ ഇല്ലാ വചനങ്ങൾ കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ പ്രാഗി തോപ്പിക്കാൻ പറ്റില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ബൈബിള് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ തിരക്ക് പിടിച്ച് വായിക്കരുത്. സമയം കിട്ടുമ്പോൾ വായിക്കണം. 3 പേർ, 3 ചെറുപ്പക്കാർ, ദൈവത്തോട് ബന്ധമുള്ള 3 പേർ. ഞാൻ വിശ്വസിക്കുന്നത് ആ 3 പേരാ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ. ദൈവത്തോട് ബന്ധമില്ലായിരുന്ന ഈ കസേര വന്നിരിക്കത്തില്ല. ഈ അടമഴയത്ത്, ഈ മഴയും നനഞ്ഞ് രാത്രി ഓറക്കളച്ച് ഏതോ നാട്ടിൽ നിന്ന് വണ്ടിയെ കയറി നേരം വെളുക്കുന്ന പാടെ ഇവിടെ വന്ന് ഒരുപോലെ കണ്ണ് പോലും അടയ്ക്കാതെ, ഉറങ്ങാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, ഇതിനകത്ത് ദൈവത്തോട് ബന്ധമുള്ളവന് ഇതിൻ്റെ അയൽവക്കത്ത് പോലും വരാൻ പറ്റത്തില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലൊരു ദൈവ സംരക്ഷണമുണ്ട്. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കാര്യമാണ്, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഈ 3 പേര് കിടക്കുന്നത് തീക്കകത്താണ്. അകത്ത് കിടക്കുമ്പോൾ, ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വന്ന് ദൂരെ നിന്ന് നോക്കുവാണ്. ഇവർക്കെന്നാ പറ്റിയെന്നറിയാൻ. ഇവർക്കെന്നാ പറ്റി? ഇവർ കത്തിക്കരിഞ്ഞ് അസ്ഥി വരെ കരിഞ്ഞു പോകുന്ന ചൂടുണ്ട് അതിനകത്ത്. വിറക് കത്തിക്കുക, വിറകും ചാരവും ചണവും ഇട്ട് കത്തിക്കുകയാണ്. അസ്ഥി വരെ കരിഞ്ഞ് ചാരമായ ആ വിറകിൻ്റെ ഒപ്പം വരും. പക്ഷെ രാജാവ് നോക്കുമ്പോൾ അവരുടെ രോമത്തിന് പോലും ഒരു കേട് പോലും പറ്റാതെ അവർ 3 പേരും വളരെ സന്തോഷത്തോടെ ആക്റ്റീവായിട്ട് അതിനകത്ത് നിൽക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം കണ്ടിട്ട് മറ്റു പലരും പറയും ഇവൻ അതിൽ തീരത്തേ ഉള്ളൂ, ഇവൻ അതിൽ രക്ഷപ്പെടത്തില്ലെന്ന്. ദൈവത്തോട് ബന്ധമുള്ളവൻ തീയിലും മുളച്ചു വരും. തീക്കകത്തും അവൻ വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവനൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു? ഇവൻ എന്താ പറ്റിയത്? ഇവൻ എവിടെ നിന്ന് കിട്ടി? ദൈവത്തോട് ബന്ധമുള്ളവനെ തീയിട്ട് പോലും കൊല്ലാൻ പറ്റിയാലെന്ന് അതിന്റെ അർത്ഥം. തീയിട്ടാ പോലും അവന് തീ പിടിക്കുന്നില്ല. മനുഷ്യന്റെ ശരീരം പെട്ടെന്ന് തീ പിടിക്കുന്നതാ. ഇതിനകത്ത് നെയ്യുണ്ട്, കൊഴുപ്പുണ്ട്. തീ പിടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കെടുത്താൻ പറ്റത്തില്ല, വേഗം അങ്ങ് ആളും. പക്ഷെ 3 പേര് തീക്കകത്ത് കുറേ നേരമായി കിടക്കുന്നു. രാജാവ് വന്നിട്ട് ഒരാളെ വിളിച്ച് ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇങ്ങോട്ട് വന്നേ, നമ്മൾ 3 പേരെ അല്ല ഇതിനകത്ത് കൊണ്ടുപോയി ഇട്ടത്, ഇപ്പം വേറെ ഒരാളെ കൂടെ ഞാൻ കാണുന്നുണ്ടല്ലോ. അതാണ് അത്ഭുതം.
അത് പറയാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുന്നത്. രാജാവ് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ല ഇട്ടത്, വേറൊരാളും കൂടെ അതിനകത്ത് ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ രാജാവിന് സംശയം 3 പേരെയാണോ ഇട്ടത് 4 പേരെയാണോ ഇട്ടത്? അപ്പൊ അവർ വന്ന് പറഞ്ഞു, നമ്മൾ 3 പേരെയാണ് ഇട്ടത്. അപ്പൊ രാജാവ് നോക്കി, 3 പേരുടെയും മുഖം നോക്കി, 4-മത്തെ ആളുടെ മുഖവും നോക്കി. ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും 4-മത്തവന്റെ മുഖം രാജകുമാരൻ്റെതുപോലെ ഇരിക്കുന്നു. ആമേൻ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതാരാണ് ഈ 4-മത്തവൻ? ബൈബിൾ പഠിക്കുമ്പോൾ അറിയുക, ദൈവത്തോട് ബന്ധമുള്ളവനെ സഹായിക്കാൻ ദൈവം അവരുടെ ഒപ്പം ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. അനുഭവിച്ചിട്ടുള്ളവരുണ്ട്, ഞാൻ കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തോട് ബന്ധമുള്ളവൻ തീക്കകത്ത് കിടക്കുമ്പോഴും ജീവിത പങ്കാളി വരെ ചിലപ്പം അപ്പുറത്തെ നിൽക്കുകയുള്ളൂ, പക്ഷെ ദൈവം കൂടെ നിൽക്കും. ആമേൻ. നമ്മുടെ മക്കള് പോലും അയ്യോ പൊള്ളലേക്കും കളറ് പോകും, ഞാൻ അത്രയൊന്നും ആരും ചാടത്തില്ല. ദൈവം നിന്റെ ഒപ്പം നിൽക്കും. കടബാധ്യതയാകട്ടെ, എന്തു വിഷമമാകട്ടെ, എനിക്കറിയില്ല, വിഷമങ്ങളുടെ ലിസ്റ്റ് മുഴുവൻ എടുക്ക്, അതിനെ എവിടെ നടുക്കാൻ നിൽക്കുന്നത് അവിടെ നിന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങി നിൽക്കും. ഈ 3 പേരല്ല പറഞ്ഞു ഞങ്ങളെ സഹായിക്കാൻ 4-മത് ദൈവം ഉണ്ടെന്നല്ല, ശത്രുവായ ആളുകൾ നോക്കിയിട്ട് പറയുവാണ്, 3 പേരെ ഇട്ട് 4 പേരെ കാണുന്നു. ദൈവം എന്നെ സഹായിക്കാൻ ചില നേരങ്ങളിൽ എൻ്റെ ഒപ്പം നിൽക്കും. നിങ്ങളുടെ മക്കളെ സഹായിക്കാൻ അയ്യോ ആരുമില്ലല്ലോ, ദൈവം ഇറങ്ങി വരും, ഒപ്പം നിൽക്കും. ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഈ വിഷയം ഒന്ന് കണ്ടേ. 3 പേര് ദൈവത്തോട് ബന്ധമുള്ളവനാ, എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ബന്ധമുള്ളവനെ തീയിട്ട് പോലും കൊല്ലാൻ പറ്റില്ല, തീയിട്ട് കത്തിച്ചവനെ ചാരമാക്കാൻ പറ്റില്ല. ആ വ്യക്തിയിൽ നിലനിൽക്കുന്ന ഒരു അമാനുഷികതയുണ്ട്. അവനെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന ഒരു ഇരുമ്പ് കൂടാരമുണ്ട്. അവനെ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവിക സംരക്ഷണത്തിന്റെ വിശ്വസിക്കുന്നു. ഒരു തീപ്പെട്ടി കൊള്ളിയുടെ അറ്റത്തുള്ള തീ മതി ഒരാളെ കത്തിച്ചു കളയാൻ. എന്നിട്ടാണ് ഇവിടെ ചുറ്റും വിറകും എല്ലാം കത്തുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കത്തിച്ചിട്ടും 3 പേരെ തൊടാൻ പോലും പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ നമ്മളോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, നീ നശിക്കത്തേ ഉള്ളൂ, നീ ഗതി പിടിക്കത്തില്ല, നിനക്ക് ജോലി കിട്ടത്തില്ല, നീ അങ്ങനെ ചിലരൊക്കെ പ്രാഗിയിട്ടുണ്ട്. ഒന്നും നിന്നെ തൊടുകയില്ല. നിന്റെ ഇടതുവശത്തോ വലതുവശത്തോ 10,000 വീണേക്കാം, എങ്കിലും നിനക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം ഞാൻ നിൽക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തോട് ബന്ധമുള്ളവനാണ് ഞാൻ. ആ ബന്ധമാണ് എന്റെ കോൺഫിഡൻസ്, ആ ബന്ധമാണ് എന്റെ ശക്തി, ആ ബന്ധമാണ് എന്റെ ധൈര്യം. എവിടെയൊക്കെയോ തലകുനിച്ച് കുമ്പിട്ട് വിഷമിച്ചു നിരാശയും ഡിപ്രഷനും കയറി കൂനിയിരിക്കേണ്ട ആളല്ല, കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് കുതിക്കേണ്ടവരാണ് നിങ്ങൾ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പക്ഷിയെ പോലെ എന്നല്ല, കഴുകനെ പോലെ, പരുന്തിനെ പോലെ ചിറകടിച്ച് ഒറ്റയാനെ പോലെ കുതിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തോട് ബന്ധമുള്ളവനെ സഹായിക്കാൻ നേരിട്ടെത്തി ദൈവം. ദൈവത്തോട് ബന്ധമുള്ളവരെ സഹായിക്കാൻ ദൈവം ഇറങ്ങി നിന്നു. ഞാനിങ്ങനെ പറയട്ടെ, വിശ്വാസി പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ ഒന്ന് കണ്ടേ. നിന്റെ ഭവനത്തിനകത്തുള്ള വഴക്കുകളെ മാറ്റുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ. ആവശ്യമില്ലാത്ത ശത്രുതയും വൈരാഗ്യവും ദേഷ്യവും പിണക്കവും മനസ്സിൽ നിന്ന് മാറത്തക്ക വിധം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ? ദൈവം ഇറങ്ങി നിൽക്കുമ്പോൾ ഇനിയൊരു ലോകം മുഴുവൻ നിനക്കെതിരായാലും, ലോകത്തിന്റെ വൻ ശക്തികൾ നിനക്കെതിരായാലും നീ അവിടെ ഉറച്ചു നിൽക്കും. കാരണം ദാവീദിനെ പോലെ പറയാം, യഹോവ എന്റെ ബലമാണ്, എന്റെ ദൈവം എന്റെ ശക്തിയാണ്, ദൈവം എന്റെ ബലമാണ്. എനിക്ക് അത്ഭുതം തോന്നി. തീയിട്ട് കൊല്ലാൻ പോലും പറ്റിയില്ല ദൈവത്തോട് ബന്ധമുള്ളവനെ, കത്തിച്ചു കളയാൻ പറ്റിയില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്.
ദൈവം നിന്നെ സഹായിക്കാൻ നേരിട്ടെത്തും. നിന്നെ സഹായിക്കാൻ ദൈവം നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. ഈ തകർച്ചയിൽ 3 ചെറുപ്പക്കാർ കണ്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. 3 ചെറുപ്പക്കാർക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും മിത്രങ്ങളും കൂടപ്പിറപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ തീക്കകത്ത് കിടക്കുന്ന ഒരവസ്ഥ വന്നപ്പോ കണ്ടില്ല ഒരെണ്ണത്തിനെയും മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല കൂടെ നിൽക്കാൻ. പക്ഷെ ആ 3 ചെറുപ്പക്കാർ കണ്ടു, ഈ തീച്ചൂളയിലും മറന്നു കളയാത്തൊരു ദൈവം, ഉപേക്ഷിക്കാത്തൊരു ദൈവം, അല്ല സഹായിക്കുന്നൊരു ദൈവം. അവർക്കും ഇല്ലായിരുന്നോ ബന്ധുക്കൾ? ഈ 3 ചെറുപ്പക്കാർക്കും ഇല്ലായിരുന്നോ കൂട്ടുകാര്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരൊക്കെ? കണ്ടില്ലല്ലോ ഒരെണ്ണത്തിനെയും ആ തീക്കകത്ത്, കണ്ടിട്ടില്ലല്ലോ, കണ്ണ് കാണുന്നില്ലല്ലോ, വാക്കുകൊണ്ട് പോലും ഒരു സഹായത്തിന് ഒരെണ്ണത്തിനെയും. പക്ഷെ ദൈവത്തെ കാണാൻ പറ്റും. സഹായിക്കുന്ന ദൈവത്തെ, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ, പൊള്ളലേൽക്കാതെ സംരക്ഷിക്കണമെങ്കിൽ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കാണാൻ പറ്റും. കൈവിടാത്തൊരു ദൈവം. ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുക. ഈ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോഴേ ഈ 3 ചെറുപ്പക്കാരും തീക്കകത്ത് കിടക്കുമ്പോൾ നമുക്ക് വേണേ ചോദിച്ചുകൂടെ, അല്ല നിങ്ങളൊക്കെ വലിയ പ്രാർത്ഥനക്കാരായിരുന്നല്ലോ, നിങ്ങളൊക്കെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. നമ്മളോട് പലരും ചോദിക്കും, നീ കുറേ കൊട്ടും പാട്ടും ബഹളമായിട്ടൊക്കെ പോക്കായിരുന്നല്ലോ, ഇനി എവിടെയാ പോകാനുള്ളത്? എല്ലാ സ്ഥലത്തും പോക്കും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നല്ലോ, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ. 3 ചെറുപ്പക്കാരോട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ വലിയ പ്രാർത്ഥനക്കാരാ, എന്നിട്ടും കിടക്കുന്നത് തീക്കകത്താണ്. അത് മാത്രം കാണരുത്. ആ തീക്കകത്ത് കിടക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളെ, 4ാമത്തവനായി നിൽക്കുന്ന ഒരാളെ കാണണം. എങ്ങനെയൊന്നും എല്ലാവരെയും കിട്ടത്തില്ല കേട്ടോ. നമുക്കൊക്കെ ഒത്തിരി മിത്രങ്ങളുണ്ട്. കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒരെണ്ണത്തിനെ കാണത്തില്ല. ഒരു വാക്കുകൊണ്ട് പോലും കൂടെ നിൽക്കുന്ന ഒരെണ്ണം ഉണ്ടാവില്ല. ചിലപ്പോൾ കാണും ഒരാൾ, കുറച്ച് കഴിയുമ്പോൾ അവർ മടുക്കും. എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം മടുക്കത്തില്ല. ഇത് വലിയൊരു കാര്യമാണ്. സമയമുള്ളപ്പം വായിക്കണം. ഈ രാജാവ് പറഞ്ഞിട്ടുണ്ട് ഈ 3 ചെറുപ്പക്കാരോട്, നിങ്ങളെ ഞാൻ തീക്കകത്തോണ്ട് കൂടെ ഇടാൻ പോവാണെന്ന്. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ തീക്കകത്ത് കിടക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ പുറത്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പേരാണ് ഫെയ്ത്ത്. അതാണ് വിശ്വാസം. എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നാലും എനിക്കറിയാം ദൈവം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഒരു പൊള്ളൽ വേക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ, ദാനിയേലിൻ്റെ അല്ലെ ഈ 3 ചെറുപ്പക്കാരെ തീക്കകത്തിട്ട് 3 പേർക്കും ഇഷ്ടം പോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു തീ കിടക്കേണ്ട ഒരു അനുഭവം വന്നപ്പോൾ കണ്ടില്ലല്ലോ ഒരെണ്ണത്തിനെ. കൂടപ്പറപ്പിനെ കണ്ടില്ല. സഹോദരങ്ങൾ എന്ത് ചെയ്യും? ഭാര്യ എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ മക്കൾ എന്ത് ചെയ്യും? ഒന്നിനെ പോലും കാണുന്നില്ലല്ലോ ഒരെണ്ണത്തിനെ. ആ കുഴിയുടെ അപ്പുറത്തുണ്ടാവും ചിലപ്പോൾ ഇവരൊക്കെ. പക്ഷെ കൂടെ നിന്നത് ആരെയാ? കൂടെ നിന്നത് ആരാ? ദൈവം. ശത്രു പോലും കണ്ട് 4ാമത്തവനായി നീ ഒറ്റയ്ക്കാണോ? 2ാമത്തവനായി ദൈവം നിന്റെ കൂടെ നിൽക്കും. നിങ്ങൾ 2 പേരേ ഉള്ളോ? 3ാമത്തവനായി ദൈവം കൂടെ നിൽക്കും. നിങ്ങൾ 4 പേരുണ്ടോ? 5ാമത്തവനായി ദൈവം കൂടെ നിൽക്കും. കൂടെ നിൽക്കുന്നവനെ പിണക്കരുത്. ആ ദൈവത്തോട് പിണങ്ങരുത്. ആ ദൈവമാ ഇന്ന് നിന്റെ അവസ്ഥയിൽ, ഈ അവസ്ഥയിൽ നിന്ന് നാളെ പുറത്ത് കൊണ്ടുവരുന്നത്. നാട്ടുകാരൊന്നും ആയിരിക്കത്തില്ല, ഈ പറഞ്ഞ മിത്രങ്ങളൊന്നും ആയിരിക്കത്തില്ല. അവരൊക്കെ ഒരു പകുതി ചിരിയോടെ അപ്പുറത്തെ നിൽക്കത്തുള്ളൂ. ചിലർ പറയും ഇവൻ അത് വരണമെന്ന്, ചിലർ പറയും ഇവൻ അങ്ങനെ തന്നെ വരുമെന്ന്, എനിക്ക് പണ്ടേ അറിയായിരുന്നു എന്ന്, അവന് ദർശനം കിട്ടിയെന്ന്, ഇവനിങ്ങനെ കിടക്കുമെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സഹായിക്കുന്നൊരു ദൈവത്തെ ഞാൻ പിണക്കത്തില്ല. എന്നെ സഹായിക്കുന്ന ദൈവത്തോട് ഞാൻ അകലം കാണിക്കത്തില്ല.
കാരണം എന്നെ ഏത് പ്രതിസന്ധിയിലും സഹായിക്കുന്നത് ദൈവമാണ്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ചില വ്യക്തികളെ ദൈവം സഹായിക്കുന്നത്, ചില കുടുംബങ്ങളെ ദൈവം നടത്തുന്നത്, ചില വ്യക്തികളുടെ തടസ്സങ്ങളെ മാറ്റി ദൈവം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു നല്ല അനുഭവം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഈ 2 കാര്യവും ഒന്നിലേക്കാണ് ഫോക്കസ് ചെയ്തത്. ഒന്ന്, ലാസർ ദൈവത്തോട് ബന്ധമുള്ളവൻ പുഴു പിടിച്ച നിലയിലായപ്പോഴും സഹായിക്കാൻ യേശു നേരിട്ട് അവിടെ എത്തി, ഡയറക്റ്റ് അവിടെ എത്തി. രണ്ടാമത്, ദൈവത്തോട് ബന്ധമുള്ള 3 ചെറുപ്പക്കാർ തീച്ചൂളയിൽ കിടക്കുമ്പോൾ ദൈവം ആ തീക്കകത്ത് ഇറങ്ങി നിന്ന് അവരെ സഹായിച്ചു. ഒരു രോമത്തിന് പോലും കേട് സംഭവിച്ചില്ലെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ രോമം പോലും കരിഞ്ഞു പോയില്ലെന്ന്. എങ്കിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ വചനത്തിനകത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിടുതൽ ഇരിപ്പുണ്ട്. ഇത് മറന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. മടുപ്പില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാമോ? മടുപ്പില്ലെങ്കിൽ, അതിന് ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒന്ന് പ്രാർത്ഥിക്കുവാണ്. സാഹചര്യം പോലെ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും എഴുന്നേൽപ്പിക്കുന്നു, ഇരിക്കുന്നു, ബുദ്ധിമുട്ടായിട്ട് തോന്നാം. നിലത്തിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. നിങ്ങൾ ക്ഷീണമായിട്ടുള്ളവർ അവിടെ തന്നെ ഇരുന്ന് കൊള്ളുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ ഈ സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തായാലും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ലാസറിനെ പോലെയാണ് ചിലർ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം ഒരു പകുതി ചത്തതുപോലെ ജീവിക്കുന്നുവാ. എനിക്കറിയാം, മനസ്സിൽ എനിക്ക് തോന്നുന്നു തിരിച്ചു വരാൻ സാധ്യമൊന്നും അല്ലെന്ന്. ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന്. എൻ്റെ അവസ്ഥയൊക്കെ ഇത്രയും ചീഞ്ഞു പോയില്ലേ, എൻ്റെ ഭാവിയൊക്കെ പുഴുപിടിച്ചു പോയി, എനിക്ക് നാണക്കേട് കൊണ്ട് എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റും, എൻ്റെ ജീവിതം എല്ലാം പോയി, അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ. ദൈവത്തോട് ബന്ധമുള്ള നീ ഒരിക്കലും തോറ്റുപോകത്തില്ല. മനുഷ്യൻ തോൽപ്പിച്ചാലും, ലോകം തോൽപ്പിച്ചാലും, ഈ ലോകത്തിലുള്ള ദുർശക്തികൾ തോൽപ്പിച്ചാലും, സാത്താൻ നിന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും, നീ അവിടെ നിന്നും, ആ കുഴിയിൽ നിന്നും ഒരു മഴ പെയ്ത് വിത്ത് കിളിർക്കുന്നത് പോലെ ഒരു പുതിയ ജീവിതത്തോടെ നീ പുറത്തു വരാൻ തുടങ്ങും. ചില അനുഗ്രഹങ്ങളുടെ ആദ്യ പടികൾ ഇവിടെ നിന്നുണ്ടാകട്ടെ. യേശു ലാസറിന്റെ ശവകുടീരത്തിൽ വന്നു നിന്നിട്ട് ആദ്യം പറഞ്ഞത് ലാസറെ പുറത്തു വരാനല്ല, ആദ്യമായി ഒരു കാര്യം ചെയ്തു. ആ കല്ലെടുത്ത് മാറ്റി, ആ കല്ലിനെ അവിടെ നിന്ന് മാറ്റി, അവിടെ അപ്പോഴുണ്ടായിരുന്ന തടസ്സത്തെ മാറ്റി. ഇപ്പോൾ നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങൾക്കൊന്ന് അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ആ കല്ലിനെ, ആ ഒരു ശക്തിയെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മാറ്റി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റി പ്രാർത്ഥിക്കുകയാണ്. എന്തു കാര്യമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, മന്ത്രത്തിന്റെയോ തന്ത്രത്തിന്റെയോ ആകട്ടെ, അസൂയയുടെയോ അതോ കുശുമ്പിന്റെയോ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും തിന്മയുടെയോ അന്ധകാരത്തിന്റെ സ്വാധീനത്തിന്റെ പൈശാചിക പീഡയുടെ ഒരു കല്ലായിക്കൊള്ളട്ടെ, അതിനെ തച്ചുടച്ചു കളയുന്ന ഒരു സമയമാണ്. അതിന്മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടാൻ തുടങ്ങും. ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടാൻ തുടങ്ങും. നിന്നെ ഇന്ന് സഹായിക്കാൻ ദൈവം നേരിട്ട് വന്നൊരു ദിവസമാണ്. ഈ വചനം എന്നോടാ സംസാരിച്ചത്. കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, പുഴു പിടിച്ചതുപോലെ, ചീഞ്ഞതുപോലെ എന്റെ മനസ്സ്. എനിക്ക് ജീവിക്കണമെന്ന് പോലും പലപ്പോഴും തോന്നാറില്ല. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചവരുണ്ട്. വല്ല വണ്ടി വന്ന് ഇടിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചവരുണ്ട്. എത്രയോ ഇടിവെട്ടി, ഒരെണ്ണ എന്റെ തലയിൽ ഒന്ന് വന്ന് വെട്ടിയില്ലല്ലോ, എത്രയോ ഇടിമിന്നി, അങ്ങനത്തെ ഒരു മിന്നൽ. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. മനസ്സ് മടുത്തവർ, നിരാശപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, സങ്കടം കൊണ്ട് മനസ്സ് വളഞ്ഞു പോയവർ, ജീവിതത്തിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് ചിന്തിച്ചവർ. അല്ല, അങ്ങനെ പറയരുത്. ഇതാ ദൈവം നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടെ തന്നെ കിടക്കാനല്ല, അവിടെ നിന്നൊരൊറ്റയാനെ പോലെ, കൊടുങ്കാറ്റിനെ പോലെ അത്ഭുതമായി നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. 2 കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ?
ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, എവിടെയാണോ നിങ്ങൾക്കൊരു അത്ഭുതം കാണേണ്ടത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹല്ലേലൂയ, കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണം, ആ ഹല്ലേലൂയ, തിന്മയുടെ ഹല്ലേലൂയ, സ്വാധീനം ഹല്ലേലൂയ, മാറണം. ഹല്ലേലൂയ. അനുഗ്രഹം തന്നു ദൈവം എന്നെ മുദ്രയിടും. ഹല്ലേലൂയ, അനുഗ്രഹം തന്ന് എന്നെ ദൈവം മുദ്രയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകി ദൈവം എന്നെ മുദ്രയിടും. ഹല്ലേലൂയ, അത്ഭുത വിടുതൽ നൽകി ദൈവം എന്റെ ജീവിതത്തിന്റെ മേൽ മുദ്രയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ ഒരു നിമിഷം ശ്രദ്ധിച്ച്, യേശുവേ. ഉദിക്കുന്ന സൂര്യൻ അതിന്റെ വെളിച്ചം വർദ്ധിച്ചു 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 വരുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിന്റെ അളവ് കൂടി വരുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവ സാന്നിധ്യത്തിന്റെ അളവ് കൂടി വരുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ, ജീവിതത്തെ ഹല്ലേലൂയ, മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ചിലതൊക്കെ ഹല്ലേലൂയ, ഉണ്ടായി വരട്ടെ, ആമേൻ. ചിലതൊക്കെ സംഭവിക്കട്ടെ, ആമേൻ, ചില സംഭവിക്കട്ടെ. നന്മകൾ നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. സംഭവിക്കട്ടെ. ഉയർന്ന സ്വരത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഹല്ലേലൂയ. അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഹല്ലേലൂയ, അടയാളങ്ങൾ ഹല്ലേലൂയ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ, ഇടവരട്ടെ. അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ, കാണാൻ ഇടവരട്ടെ. കാണാൻ ഇടവരട്ടെ. കാണാൻ ഇടവരട്ടെ. ഒരു നിമിഷം ശ്രദ്ധിച്ച്, ഒരു നിമിഷം ശ്രദ്ധിച്ച്, ഒരു നിമിഷം ഒന്ന്, ഒരു നിമിഷം, ഒറ്റ നിമിഷം ഒന്ന് ഇത് പറഞ്ഞിട്ട് നമുക്കൊന്ന് പാടാം. ഒറ്റ നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? 3 ചെറുപ്പക്കാർ, അതും സാധാരണ എങ്ങനെയോ ജീവിച്ചവരല്ല, ദൈവത്തോട് ബന്ധത്തിൽ ജീവിച്ച 3 പേർ. പലരും അവരെ കളിയാക്കി കാണും. എല്ലാവരെ പോലെ ജീവിക്കടാ, ചുമ്മാ ഭക്തി മാർഗത്തിൽ പോകാതെ, ചുമ്മാ പാട്ടും പ്രാർത്ഥനയും തുള്ളലുമായിട്ട് നടക്കാതെ എന്നൊക്കെ പറഞ്ഞു കാണും. അന്നത്തെ കാലമല്ലേ, പലതും പറഞ്ഞു കാണും ഇവരോടും. പക്ഷെ അതിലൊന്നും അവർ മാറിപ്പോയില്ല. അവർ ദൈവത്തിൽ തന്നെ ഉറച്ചു നിന്നു. ആമേൻ. അങ്ങനെ ദൈവത്തിൽ നിന്നപ്പോൾ ജോബിന്റെ ഭാര്യ ജോബിനോട് പറഞ്ഞില്ലേ, ദൈവത്തെ ശപിച്ചിട്ട് പോയി ചാകു മനുഷ്യ, നിങ്ങളുടെ പ്രാർത്ഥന വെറും പൊട്ടപ്രാർത്ഥനയാണ്, നിങ്ങൾ ആരെയോ കാണിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കൊരു ഭക്തിയില്ല, ഒന്നുമില്ല. എങ്ങനെയൊക്കെ പലരും നമ്മളോട് പറയും. വീട്ടിലുള്ളവർ പോലും നമ്മളെ കളിയാക്കും. വീട്ടിലുള്ളവർ പോലും പറയും, ഇയാൾക്കൊരു ഭക്തിയില്ല, എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയും. പക്ഷെ 3 ചെറുപ്പക്കാർ തീക്കകത്ത് നിൽക്കുമ്പോൾ കണ്ടില്ലല്ലോ ഒരെണ്ണത്തിനെയും. കൂടെ നിൽക്കാൻ ദൈവമല്ലാതെ ആരുമില്ലായിരുന്നു. ആമേൻ. ദൈവത്തോട് ബന്ധമുള്ളവന്റെ കൂടെ നിൽക്കാൻ നാടും നാട്ടുകാരും ഒന്നും ഇല്ലേലും ദൈവം കൂടെ നിന്ന് അവനെ ആമേൻ. സഹായിക്കും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവനെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും. ആമേൻ. അങ്ങനെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ കരങ്ങൾ ഉയർത്തി ഒറ്റ പ്രാവശ്യം സ്തുതിച്ച് നമ്മൾ ഒരുമിച്ചൊന്ന് പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. എന്നെ സഹായിക്കാൻ നന്ദി പറയുന്നു. ഇറങ്ങി വരുന്ന ദൈവം, ഹല്ലേലൂയ. എന്നെ അത്ഭുതമാക്കുവാൻ എന്നെ ഹല്ലേലൂയ, സഹായിക്കുന്ന ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ. ജീവിതത്തെ വിടുവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഞാൻ ഹല്ലേലൂയ, കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. കരങ്ങൾ ചേർത്തടിച്ച് ഒരുമിച്ച് നല്ല ബോധ്യത്തോടെ ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് ഒറ്റ കാര്യം കൂടി പ്രാർത്ഥനയിലൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ?
എൻ്റെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ കാര്യം ശരിയാകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. നെഗറ്റീവായിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഏതെങ്കിലും കാര്യത്തിൽ ഓർത്തുകൊള്ളുക, എവിടെയൊക്കെയോ പിശാച് കൊളുത്തിട്ട് നിന്നെ വലിച്ചുകൊണ്ടിരിക്കുക. അതാ അങ്ങനെ നീ ചിന്തിക്കുന്നേ. എപ്പോഴും പറയുമോ, ഞാൻ അങ്ങ് കെട്ടിത്തൂങ്ങി അങ്ങ് ചാകും, ഞാൻ മരിക്കും, ഞാൻ കാണിച്ചു തരാം. എങ്കിലോർത്തോ, ഏതോ ഒരു കൊളുത്തിട്ട് നിന്നെ പുറകോട്ട് വലിക്കുന്നവനൊപ്പം കൂടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓ, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കഥയൊന്നുമില്ല, ഞാനിനി എവിടെ എല്ലാ പള്ളിയിലും പോയി ഞാൻ പ്രാർത്ഥിച്ചു, ഇതൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ പോവുക. ഓർത്തോ, പിശാച് എവിടെയോ കൊളുത്തിട്ട് നിന്നെ പിടികൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഇതെൻ്റെ വിടുതലിന് കാരണമാകും, എൻ്റെ മാറ്റത്തിന് കാരണമാകും, എൻ്റെ സൗഖ്യം ഇവിടുന്ന് എനിക്ക് ലഭിക്കും, എനിക്കൊരു നല്ല ഭാവിയുണ്ട്, എൻ്റെ കുടുംബം അനുഗ്രഹമായിട്ട് വരും, എനിക്ക് എൻ്റെ കുടുംബത്തെ കുറച്ചുകൂടെ സ്നേഹിക്കണം, എൻ്റെ മക്കളെ നന്മ, ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് മനസ്സിൽ. എന്നാൽ ദൈവം നിന്റെ കരത്തെ പിടിച്ച് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോവുക. ഇത് രണ്ടും നമുക്ക് ഒരു സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റും. ഒരാളെ കണ്ട് സംസാരിക്കാൻ അറിയാൻ പറ്റും ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ആരാന്ന്. ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ആ വ്യക്തിയെ നയിക്കുന്നത് ആരാണെന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നിടത്ത് പിശാച് തോക്കും, വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് പിശാച് പരാജയപ്പെട്ടു പോകും. അവിടെ ദൈവം ജയിക്കാൻ തുടങ്ങും, ആ വ്യക്തിയിൽ ദൈവം വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഈ നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഞാൻ കാണുന്നത് ദൈവം നിങ്ങളെ തൊടുന്നതാ. ഞാൻ കാണുന്നത് ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നതാ. ഞാൻ കാണുന്നത് നിങ്ങൾ ഉയർക്കുന്നതാ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതാ. ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. 5 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൂടി അത് പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ഉറക്കെയൊന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. സാധിച്ചു തരണമേ. സാധിച്ചു തരണമേ. ആമേൻ. 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 ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.